അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ പുതിയൊരു പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡയേറിയ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഈ കോളി ബാക്ടീരിയ. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? pH 7. ദ്വാരമുള്ള ചിരട്ടയിൽ ചരൽ നിറച്ച് ജലമൊഴിച്ചപ്പോൾ വെള്ളത്തുള്ളികൾ വേഗത്തിൽ ചിരട്ടയിലെ ദ്വാരത്തിലൂടെ പുറത്തു വന്നു. ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം: മണ്ണിന് ജലാകിരണശേഷി കുറവാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഇരുണ്ട കറുത്ത നിറം. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കേൽ ഫാരഡെ. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22 ലോക ജലദിനം. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമായി പുറത്തുവരുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടോറിസെല്ലി. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? Nm². പർവ്വതാരോഹണം നടത്തുന്നവരുടെ മൂക്കിൽ നിന്നും രക്തം വരാറുണ്ട്. ഇതിന് കാരണം എന്താണ്? ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ എളുപ്പത്തിൽ വേകാൻ കാരണമെന്താണ്? മർദ്ദം കൂടുമ്പോൾ തിളനില വർദ്ധിക്കുന്നു. ഒരു ദ്രാവകത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ആഴം കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടുന്നു. വാതകമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? മാനോമീറ്റർ. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാനോമീറ്റർ. അന്തരീക്ഷമർദ്ദം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം? ബാരോമീറ്റർ. ആസ്യരന്ധ്രങ്ങൾക്ക് ചുറ്റും കാണുന്ന പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള കോശത്തിന് പറയുന്ന പേരെന്താണ്? കാവൽ കോശം. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഹരിതകമില്ലാത്ത സസ്യം ഏതാണ്? കൂൺ, നെല്ല്, ചീര. ഉത്തരം കൂൺ. ശവോപജീവിക്ക് ഒരു ഉദാഹരണം? നിയോട്ടിയ, ഇത്തൾ, റഫ്ലേഷ്യ, മണി പ്ലാന്റ്. ഉത്തരം നിയോട്ടിയ. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? തണ്ണിമത്തൻ, പാവൽ, വെള്ളരി, മത്തൻ. പാവൽ. പർവാന്തര വേരുകൾ ഇല്ലാത്ത സസ്യം ഏതാണ്? കൊടങ്ങൽ, മധുരക്കിഴങ്ങ്, വെള്ളരി, കറുകപ്പുല്ല്. ഉത്തരം വെള്ളരി. താഴെ പറയുന്ന സംഭരണ വേരുള്ള സസ്യം ഏതാണ്? ചേന, ഇഞ്ചി, ക്യാരറ്റ്, മഞ്ഞൾ. ഉത്തരം ക്യാരറ്റ്. സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യം ഏതാണ്? കൂൺ, പുല്ല്, പൂപ്പൽ, ഇത്തൾ. ഉത്തരം പുല്ല്. കൂട്ടത്തിൽ പരാദസസ്യമല്ലാത്തത് ഏതാണ്? ഇത്തൾ, മരവാഴ, റഫ്ലേഷ്യ, ചന്ദനം. ഉത്തരം മരവാഴ. തുണികളിൽ കാണുന്ന കരിമ്പൻ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? പൂപ്പൽ, ബാക്ടീരിയ. ഇവയൊന്നുമല്ല. ഉത്തരം പൂപ്പൽ. താഴെ പറയുന്നതിൽ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? വായു, ജലം, മണ്ണ്, അനുകൂല താപനില. ഉത്തരം മണ്ണ്. കൽക്കരിയിലെ പ്രധാന ഘടകം ഏതാണ്? കാർബൺ. വേരിലൂടെ കായിക പ്രജനനം നടത്തുന്ന സസ്യം ഏതാണ്? നിശാഗന്ധി, മുല്ല, നെല്ല്, കറിവേപ്പ്. ഉത്തരം കറിവേപ്പ്.
അസ്ത്രപുല്ല് വിത്ത് വിതരണം നടത്തുന്നത് എങ്ങനെയാണ്? ജന്തുക്കൾ വഴി. പെട്രോളിയത്തെ ആംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറമോ മണമോ ഇല്ലാത്ത ഇന്ധനം LPG. ബ്രയോഫില്ലത്തിൻ്റെ കായിക പ്രജനന ഭാഗം ഏതാണ്? ഇല. ജ്വലനത്തിന് ഓക്സിജന്റെ അളവ് കുറവായാൽ കൂടുതൽ ഉണ്ടാകുന്നത് ഏത് വാതകമാണ്? കാർബൺ മോണോക്സൈഡ്. ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. ബ്രസീൽ ജന്മദേശമായ കാർഷിക വിള ഏതാണ്? കശുമാവ്. ഒരു ഭാഗം മാത്രം കാളത്തോൽ പൊതിഞ്ഞ വാദ്യോപകരണം ഏതാണ്? ദഫ്. മണ്ണിലെ ജൈവവസ്തുക്കളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഹൈഡ്രജൻ പെറോക്സൈഡ്. മഞ്ഞ കടന്നൽ കുത്തുമ്പോൾ പ്രഥമ ശുശ്രൂഷയായി എന്താണ് ചെയ്യേണ്ടത്? നാരങ്ങ നീര് പുരട്ടണം. ശരീരത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. എർത്ത് വയറിലെ വൈദ്യുത പ്രവാഹം കണ്ടെത്തുന്ന ഉപകരണം ELCB. പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശം. തണുപ്പ് കാലത്ത് തീ കായുമ്പോൾ ചൂട് അനുഭവപ്പെടുന്ന രീതി വികിരണം. മനുഷ്യൻ്റെ വായിലേക്ക് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ തുറക്കപ്പെടുന്നു. ഇവയിൽ ഏറ്റവും വലുത് ഏതാണ്? പരോട്ടിഡ് ഗ്രന്ഥി. ഉമിനീരിലെ ദഹനരസം ഏതാണ്? ടയലിൻ. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. കണ്ണുനീരിൻ്റെ pH എത്രയാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.